ഹലോ കൂട്ടുകാരെ, ഞാൻ കുറേ നാളായിട്ട് വീഡിയോസൊന്നും ചെയ്യാറില്ലായിരുന്നു. കുറേ ഷോർട്ട് വീഡിയോസ് ഇടും, നമ്മുടെ കോഴികളുടേതും പിന്നെ സെയിൽ പോസ്റ്റും ഒക്കെ. അപ്പോൾ നമ്മൾ ടെറസിൽ ഇതുപോലെ വല കെട്ടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഏവിയറി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഏവിയറി അല്ല, സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ പാരറ്റ് ബീക്ക് കോഴികളെ ബ്രീഡിങ്ങിന് വിടാനാണ്. നമ്മളതിൽ നിലവിൽ 2 ബ്രീഡിംഗ് പെയറുണ്ട്. ഈ നിൽക്കണ ഒരു കീരി കളർ മെയിലുണ്ട്, പിന്നെ നമ്മുടെ അതിലൊരു നൂലാൻ മെയിലുണ്ട്. നൂലാൻ നല്ല അഗ്രസീവാണ്, ഭയങ്കര ഹ്യൂമൻ അഗ്രഷനാണ്, നമുക്ക് പിടിക്കാനും ഒന്നിനും പറ്റത്തില്ല. ഇതുപോലെ നമ്മളോടുള്ള ദേഷ്യം കാരണം തന്നെ ഫീമെയിൽസിനെ അവർ അറ്റാക്ക് ചെയ്യും. ഒരു ഫീമെയിലിനിടയ്ക്ക് അടിച്ച് കൊന്നായിരുന്നു. അപ്പോൾ അത്രത്തോളം പ്രശ്നക്കാരനാണ്. നമ്മൾ അടുത്ത് ചെന്നാൽ തന്നെ ഇത്രത്തോളം അഗ്രസീവ്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ തുറന്നു വിട്ട് ബ്രീഡ് ചെയ്യാൻ ഉള്ള സൗകര്യമൊക്കെ കുറവാണ്. താഴെ നമ്മുടെ വെത്തുകാല് കോഴികളുണ്ട്, അതുകൊണ്ട് ടെറസിലാണ് അവരെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഡോറ് തുറന്ന് കയറുമ്പം തന്നെ യവൻ വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യും. പിന്നെ ഫീമെയിൽസ് ഇവിടെ നിന്ന് പറന്ന് പുറത്ത് പോകുന്നുണ്ട്. ഇങ്ങനത്തെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നെറ്റ് വാങ്ങി കെട്ടിയത്. അപ്പോൾ ഏതാണ്ട് ഈ ഭാഗം വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇത്രയും ഭാഗം കൂടെ മറച്ചാൽ മതി. ഇതിന് വേണ്ടി വന്ന ചിലവ്, ഇത് ഞാൻ 1 കിലോ നെറ്റാണ് വാങ്ങിയത്, ഏതാണ്ട് 430 രൂപയായി. പിന്നെ ഒരു കിലോ ഇതുപോലത്തെ കയർ കൂടെ വാങ്ങി, ബ്ലാക്ക് കയർ. അപ്പോൾ ഈ രീതി ചെയ്യുമ്പം നമുക്ക് ഈ മെയിലിനെ തുറന്നുവിട്ട് ബ്രീഡ് ചെയ്യാം. ഇതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചിക്സ് കിട്ടുന്നുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ചിക്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ തുറന്നു വിട്ട് ബ്രീഡ് ചെയ്യാം. ഫുഡ് കൊടുക്കാൻ വരുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യത്തൊന്നുമില്ല. അതിനൊക്കെ വേണ്ടി കൂടെയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത്രയും ചെയ്തപ്പം എനിക്ക് വേറൊരു കാര്യം തോന്നുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ കവർ ചെയ്താൽ ഇതിൻ്റെ ഉള്ളിൽ പ്രാവിനെയോ എന്തെങ്കിലും വിട്ടാലോ എന്ന് പ്ലാനുണ്ട്. കാരണം ഇവർ കണ്ടോ, ഇവർക്ക് ഞാൻ മെയിനായിട്ട് ഗോതമ്പ്, കമ്പ്, കൂരവ് ഇതാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ കിണ്ടി പുറത്ത് കളയാറുണ്ട്. ഇത് മുഴുവൻ കാക്കയാണ് കഴിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ പ്രാവിനെയോ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് വിട്ടാലോ എന്ന് ഒരു ആശയമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ഞാൻ പ്രാവൊന്നും അധികം വളർത്തിയിട്ടില്ല, നാടൻ പ്രാവായിരിക്കും ബെറ്ററെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് കഴിക്കാനും പിന്നെ ഈ സ്പേസിൽ നിൽക്കാൻ കണക്കിന്. നമ്മളെ മെയിൻ ഉദ്ദേശം ഈ പാരറ്റ് ബീക്കിനെ വിടുകയാണ്. അതുകൊണ്ട് അത് അറ്റാക്ക് ചെയ്യാത്ത രീതിയിലും പിന്നെ ഇതുപോലത്തെ വലയിൽ നിന്ന് പുറത്ത് പോകാത്ത രീതിയിലും ആയിരിക്കും. എത്രത്തോളം സേഫായിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. കഴിയുന്നതും മറ്റൊന്നും കയറി പിടിക്കാത്ത രീതിയിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ കോഴികളുടെ ട്രീറ്റ്മെൻറ്റ് വീഡിയോസ്, ഓരോ ഇനങ്ങളെക്കുറിച്ചുള്ളതെല്ലാം ഉടൻ തന്നെ ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.